2016 600 കാര്യങ്ങളാണ് മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നത്. അതിൽ 98% LDF പൂർത്തീകരിച്ചു. 2021 900 കാര്യങ്ങളാണ് മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നത്. അതിൽ 800 കാര്യങ്ങളും ഇപ്പോൾ തന്നെ പൂർത്തീകരിച്ചു. അത് മാത്രമല്ല, നാട് ആവശ്യപ്പെടുന്ന പുതിയ കാര്യങ്ങൾ അതിലേക്ക് കടക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ജനങ്ങളുടെ പിന്തുണ അതിൽ വിളറി പൂണ്ടാണ് ഇപ്പൊ UDF ഒരു ജാഥ ആരംഭിച്ചിരിക്കുന്നത്. ആ ജാഥയുടെ പേര് അവര് പറഞ്ഞത് പുതുയുഗ പിറവി എന്നാണ്. അപ്പോഴാണ് പഴയ കാര്യങ്ങൾ ഓർക്കാൻ ഒരു അവസരം കിട്ടിയത്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും എല്ലാ ദിവസവും അനുഭവിച്ച മനുഷ്യരായിരുന്നില്ലേ അന്ന് കേരളത്തിലുണ്ടായിരുന്നത്? SSLC പരീക്ഷ നടക്കുമ്പോൾ കുട്ടികൾക്ക് മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിക്കാലുകളും എടുത്തു കൊടുത്ത കുടുംബത്തിന്റെ അനുഭവമുള്ളവരല്ലേ മഹാഭൂരിപക്ഷവും. കേരളത്തിലെ UDF ഗവൺമെന്റ് 1 മെഗാവാട്ട് വൈദ്യുതി ഉണ്ടാക്കാനുള്ള പദ്ധതികൾ ഈ കേരളത്തിന് മുന്നോട്ട് വെച്ചോ? വെച്ചില്ലെന്ന് മാത്രമല്ല, കൂടംകുളത്തു നിന്നും കേന്ദ്ര ഗ്രിഡിൽ നിന്നും കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതി കൊണ്ടുവരാൻ കൊച്ചി ഇളവൺ പവർ ഹൈവേ ആ പദ്ധതി തന്നെ വേണ്ടത് വെച്ചില്ലേ? പലരും ഇപ്പം വലിയ തോതിലുള്ള ആശങ്ക അയവിറക്കുകയാണ്. 16 വീണ്ടും എങ്ങാനും UDF വന്നിരുന്നെങ്കിൽ ഈ കേരളം എന്താകുമായിരുന്നു എന്ന്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 10 വർഷങ്ങൾ കേരളത്തെ എങ്ങനെ മാറ്റിയെന്നാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ 10 വർഷം ലോഡ് ഷെഡിങ്, പവർ കട്ട്, ആ വാക്ക് കേൾക്കാനുണ്ടോ കേരളത്തിൽ? ഇന്ന് UDF പറയുന്നത് ഞങ്ങൾ പഴയ കേരളം തിരിച്ചു കൊണ്ടുവരുമെന്നാണ്. അഴിമതി നിറഞ്ഞ ഒരു ഭരണമായിരുന്നില്ലേ അന്ന് കേരളത്തിൽ? എത്ര മന്ത്രിമാർ UDF-ലെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു? പൊതുമരാമത്ത് മന്ത്രി, അദ്ദേഹം ഒരു അത്ഭുത സിദ്ധിയുള്ള മനുഷ്യനായിരുന്നു. കമ്പിയും സിമെന്റും ഇല്ലാതെ പാലമുണ്ടാക്കാൻ കഴിയും എന്ന് കേരളത്തിനെ പഠിപ്പിച്ച മനുഷ്യനായിരുന്നു അത്. ഗണേഷ് കുമാർ നിയമസഭയെ പറഞ്ഞ പോലെ നെയ്യില്ലാതെ നെയ് റോസ്റ്റ് ഉണ്ടാക്കുന്ന മനുഷ്യൻ അന്ന് കോൺഗ്രസിലുണ്ടായിരുന്നു, UDF-ലുണ്ടായിരുന്നു. അതല്ലേ പാലാരിവട്ടത്തെ പഞ്ചവടി പാലം? അത് പൊളിച്ചു നോക്കിയപ്പോഴല്ലേ അതിനകത്ത് കമ്പിയില്ല എന്നറിയുന്നത്. അഴിമതി നിറഞ്ഞ ഭരണത്തിന്റെ ഭാഗമായില്ലേ ജയിലിലേക്ക് ആ മന്ത്രി പോയത്? എത്രയോ നിങ്ങളുടെ മന്ത്രിമാർ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടായി 2016 മുതൽ വരെയുള്ള ആ കാലത്ത്. കഴിഞ്ഞ 10 വർഷക്കാലം അഴിമതിയെ കുറിച്ച് കേൾക്കുന്നുണ്ടോ? അതാണ് കേരളത്തിന്റെ പുതിയ ഭരണം. നമ്മുടെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ ഈ നാടിന്റെ നട്ടലായിരുന്നു. 29 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ കേരളത്തിലുണ്ട്. നിങ്ങളുടെ 5 വർഷ ഭരണകാലത്ത് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ലാഭത്തിൽ പ്രവർത്തിപ്പിക്കാൻ നിങ്ങൾ കഴിഞ്ഞോ? 460 കോടിയായിരുന്നു നഷ്ടം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ. അവിടെ പണിയെടുത്ത ആയിരക്കണക്കിന് മനുഷ്യരുടെ വീടുകളിൽ പട്ടിണിയായിരുന്നില്ലേ? തകർത്ത് തരിപ്പണമാക്കിയില്ലേ 5 വർഷം കൊണ്ട്? ഈ നാടിന്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം തകർന്നു പോയില്ലേ? നാഷണൽ ഹൈവേ 66 UDF ഉപേക്ഷിച്ച പദ്ധതിയാണ്. 6 മണിക്കൂർ കൊണ്ട് കാസർഗോഡും തിരുവനന്തപുരത്തെത്താം. അത് ശ്രീമാൻ ഉമ്മൻചാണ്ടി തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഭൂമി ഏറ്റെടുക്കാൻ ഈ കേരളത്തിൽ നടക്കുന്ന കാര്യമല്ല, 15 വർഷം വേണ്ടി വരും. പാലം റോഡ് പണിയാൻ പിന്നെയും ഒരു 15 വർഷം, 30 വർഷം ഉണ്ടായാൽ തീരില്ല. ആ നാഷണൽ ഹൈവേ 66 ഈ ഫെബ്രുവരി മാസം അവസാനം കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ് സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി.